അപ്പം മെമ്മറി കാർഡിന്റെ മൊത്തം ഹാഷ് വാല്യൂ, അതിലുള്ള ഓരോ ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ ഓരോ ക്ലിപ്സിന്റെയും ഹാഷ് വാല്യൂ. അപ്പൊ ഇതിൽ ഒരു 6-7 ക്ലിപ്സ് അതിനകത്ത് ഉണ്ട് എന്നും പറയും. കോടതി പരിഗണിച്ചിട്ടും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ നിർദ്ദേശപ്രകാരം പരിഗണിച്ചിട്ടും കോടതി കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് യാതൊരു കൃത്രിമവും നടന്നിട്ടില്ല. ഈ കേസിലെ പ്രതി ആയിട്ടുള്ള 8ാം പ്രതിയുടെ മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിനകത്തേക്ക് ചില ദൃശ്യങ്ങൾ കൊടുത്തു, പകർത്തി. അപ്പൊ 8ാം പ്രതിക്ക് ദൃശ്യങ്ങൾ കിട്ടി. അതിനകത്ത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള ചില ആരോപണമുണ്ട്. അപ്പൊ അതും പരിഗണിച്ചു. അത് പരിഗണിച്ചപ്പോൾ പോലും ഇതിനകത്ത് കോടതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യങ്ങൾ മാത്രമേ ആ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അതിലേക്ക് കണ്ടെത്തിയിട്ടില്ല, അതിലേക്ക് പകർന്നിട്ടില്ല, അല്ലെങ്കിൽ അയച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കോടതിയുടെ കണ്ടെത്തൽ. നമസ്കാരം, ലൈഫ് ഫോക്കസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആക്ട്രസ് അട്രോസിറ്റി അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസിന്റെ ചർച്ചയാണല്ലോ നാം തുടർന്ന് വരുന്നത്. 1ഉം 2ഉം ഭാഗങ്ങളിലെ ചില കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു. ഇന്ന് അതിന്റെ 3ാം ഭാഗമാണ്. ഈ 3ാം ഭാഗത്തിൽ പ്രധാനമായിട്ട് നാം ചർച്ച ചെയ്യുന്നത് പൊതുജനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത മെമ്മറി കാർഡിനെ പറ്റി കോടതി എന്താണ് പരിഗണിച്ചത്, വിധിയിൽ എന്താണ് പറയുന്നത്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട എവിഡൻസും അതിന്റെ മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. കേസിന്റെ ആരോപണം അനുസരിച്ച് നടിയെ അല്ലെങ്കിൽ അതിജീവിതയെ ഉപദ്രവിച്ചപ്പോൾ അത് ഒരു ക്യാമറയിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും അത് പകർത്തിയത് മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിരുന്നുവെന്നും ആ മെമ്മറി കാർഡ് പ്രോസിക്യൂഷൻ തെളിവിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയെന്നും ഈ തെളിവ് പരിഗണിച്ചിട്ട് കോടതി പ്രതികളെ ശിക്ഷിക്കണമായിരുന്നു എന്നുമാണ് പ്രധാനമായിട്ടുണ്ടായ ഒരു വാദം. അപ്പൊ മെമ്മറി കാർഡ് ഒരു തെളിവാണ്. ഈ തെളിവ് കോടതി പരിഗണിച്ചിട്ട് എന്താണ് കണ്ടെത്തിയത്, അതുമായിട്ടുള്ള കാര്യങ്ങളാണ് നാം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ കേസിന്റെ പൊതുജനങ്ങൾ പലരും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യം, ഈ മെമ്മറി കാർഡില് മാനിപ്പുലേഷൻ നടന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ വന്നിട്ടും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതുകൊണ്ട് മെമ്മറി കാർഡിൽ കൃത്രിമം നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച പൊതുവെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടും കോടതി എന്താണ് പരിഗണിച്ചത് എന്നുള്ളത് ചിന്തിക്കുന്നത് ഇത്തരണത്തിൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഈ മെമ്മറി കാർഡിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് കോടതി തെളിവായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള തെളിവാണ് കോടതി പരിഗണിക്കുന്നത്. ഒന്ന് സാക്ഷിമൊഴി അല്ലെങ്കിൽ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഓറൽ എവിഡൻസ്. അതാണ് 1ാം തെളിവായിട്ട് കോടതി കാണുന്ന കാര്യം. 2ാമത് നിയമത്തിൽ പറയുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് ആണ്, രേഖകൾ. അതും തെളിവായിട്ട് അല്ലെങ്കിൽ എക്സിബിറ്റ്സ് എന്ന് പൊതുവെ നിയമത്തിൽ പറയും. 3ാമതൊരു കാര്യമുണ്ട്, അത് പത്രക്കാരുടെയും പോലീസിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ തൊണ്ടിമുതലുകൾ. നിയമത്തിൽ അതിനെ മെറ്റീരിയൽ ഓബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പം തൊണ്ടിമുതലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ഈ മെമ്മറി കാർഡ് വിഷയം വന്നപ്പോൾ ഈ മാറ്റർ വെന്റ് അപ് ടു ഈവൻ സുപ്രീം കോടതി വരെ പരിഗണിച്ച ഒരു കാര്യം, ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് രേഖയാണോ അതോ തൊണ്ടിമുതലാണോ, വെദർ ഇറ്റ് ഈസ് ആൻ എക്സിബിറ്റ് ഓർ എ മെറ്റീരിയൽ ഓബ്ജക്ട്. അപ്പോൾ ഇത് 2 രീതിയിലും വ്യാഖ്യാനിക്കാം. പൊതുവെ ഇതൊരു തൊണ്ടിമുതലാണ്, അത് രേഖയല്ല എന്നാണ് ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പം നമുക്കൊരു സംശയം തോന്നാം, രേഖയായാൽ എന്താ, തൊണ്ടിമുതലായി നമ്മൾ വ്യത്യാസം എന്താണ്? രേഖയാണെങ്കിൽ ആ രേഖയുടെ പ്രോസിക്യൂഷനിൽ ചെയ്യുന്ന രേഖയുടെ ഒരു പകർപ്പ് പ്രതിക്ക് കൊടുക്കണം, പ്രതിയുടെ അവകാശം. എന്നാൽ തൊണ്ടിമുതലാണെങ്കിൽ അതിന്റെ പകർപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു അവകാശം പ്രതിക്കുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ചർച്ചയിലേക്കും സുപ്രീം കോടതി പരിഗണനയിലേക്കും പോയത്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചിട്ട് പറഞ്ഞു, ഇത് തൊണ്ടിമുതലല്ല, ഇതൊരു രേഖയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രേഖയുടെ പകർപ്പ് കിട്ടാനുള്ള അവകാശം പ്രതിക്ക് ഉണ്ട് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തൽ. അപ്പോൾ സുപ്രധാനമായ മറ്റൊരു വിഷയം വന്നു. ഇത് ഒരു നടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ച അല്ലെങ്കിൽ ഡിസ്റോബ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്.
അപ്പൊ ആ ദൃശ്യങ്ങളിൽ ഉള്ളതോ അല്ലെങ്കിൽ ആ ആരോപണം ശരിയാണെങ്കിൽ ഇത് പബ്ലിക് ആയി കഴിഞ്ഞാൽ അതിജീവിതയ്ക്ക് അത് മാനഹാനി ഉണ്ടാക്കും. അതുകൊണ്ട് ഇതെങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയം സുപ്രീം കോടതി ആ വിഷയം പരിഗണിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞത് ഇതിന്റെ കോപ്പി അങ്ങനെ നാടുകളെ കൊടുത്തുവിടാനും പാടില്ല. എന്നാൽ പ്രതി അഭിഭാഷകനും ഇത് കാണാനുള്ള അവസരം റെഡിയാക്കി കൊടുക്കണം. എന്നാൽ ഇതിന്റെ കോപ്പി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ അത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കും എന്നുള്ളത് പ്രത്യേക സുപ്രീം കോടതി പറഞ്ഞു. അപ്പം ഇതിന്റെ കോപ്പി കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ പോലും അത് കോപ്പി എടുത്ത് നാളുകളെ കൊണ്ടു നടക്കാനോ മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അത് ഉപയോഗിക്കാനോ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഈ മെമ്മറി കാർഡിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഈ വിഷയത്തെ പറ്റി കോടതി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ആരോപണം എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ് പലരും കണ്ടു, പലരും ഇതിനകത്ത് കൃത്രിമം നടത്തിയിട്ട് ഇത് കൃത്രിമം നടത്തിയ മെമ്മറി കാർഡാണ്. അങ്ങനെ കൃത്രിമം നടത്തിയ മെമ്മറി കാർഡ് ഇനി അതിനുള്ള കൃത്രിമം നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വരാം, അല്ലെങ്കിൽ അതിൽ നിന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാറ്റി എന്ന് വരാം എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡ് നമ്മൾ ടെക്നിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിന് ഓരോ മെമ്മറി കാർഡിനും ഒരു ഹാഷ് വാല്യൂ. ഇത് കൂടാതെ ഈ മെമ്മറി കാർഡിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഹാഷ് വാല്യൂ. അപ്പം മെമ്മറി കാർഡിന്റെ മൊത്തം ഹാഷ് വാല്യൂ, അതിലുള്ള ഓരോ ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ ഓരോ ക്ലിപ്സിന്റെയും ഹാഷ് വാല്യൂ. അപ്പൊ ഇതിൽ ഒരു 6-7 ക്ലിപ്സ് അതിനകത്ത് ഉണ്ട് എന്ന് പറയും. കോടതി പരിഗണിച്ചിട്ടും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ നിർദ്ദേശപ്രകാരം പരിഗണിച്ചിട്ടും കോടതി കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് യാതൊരു കൃത്രിമവും നടന്നിട്ടില്ല. അപ്പം കൃത്രിമം നടന്നു എന്നുള്ളത് വെറും ആരോപണം മാത്രം. പിന്നെ ആൾക്കാർക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം വരാം. ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടില്ലേ, അതാകെ വരുന്നത് ഇപ്പോൾ ഇത് ആരെങ്കിലും പ്ലേ ചെയ്ത് കണ്ടാൽ അതിൻ്റെ ഒരു #, കൂടും എന്നുള്ളതല്ലാതെ അതിൻ്റെ കൃത്രിമം നടന്നു എന്ന് അതിന് തെളിവാകുന്നില്ല. കോടതി വിശദമായിട്ട് പരിഗണിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇതിനകത്ത് ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡിൽ മാനിപ്പുലേഷൻ നടന്നു, കൃത്രിമം നടന്നു, മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്ന ആ ആരോപണത്തെ കോടതി അംഗീകരിച്ചിട്ടില്ല. ഈ വിഷയവും അപ്പീൽ കോടതി പരിഗണനയിൽ വെക്കാവുന്നതാണ്. ഹൈക്കോടതി അത് പരിഗണിച്ചിട്ട് വിധമായ തീരുമാനം എടുക്കും. ഇപ്പോഴത്തെ ഫൈൻഡിങ് എന്ന് പറയുന്നത് മെമ്മറി കാർഡിൽ കൃത്രിമം ഒന്നും നടന്നിട്ടില്ല, അത് ഇൻടാക്ട് തന്നെയാണ്. അങ്ങനെയാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറി അത് ശാസ്ത്രീയമായി തെളിവുകൾ പരിശോധിച്ച് പ്രോസിക്യൂഷനെയും കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ്. അത് റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കേരളത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കും ഈ കേസിലെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇതിൽ പ്രത്യേകിച്ച് കൃത്രിമം ഒന്നും നടന്നതായിട്ട് കാണുന്നില്ല എന്നാണ് കോടതി കണ്ടത്. ഇതോടൊപ്പം പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കേസിലെ പ്രതി ആയിട്ടുള്ള 8ാം പ്രതിയുടെ മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിനകത്തേക്ക് ചില ദൃശ്യങ്ങൾ കൊടുത്തു പകർത്തി. അപ്പൊ 8ാം പ്രതിക്ക് ദൃശ്യങ്ങൾ കിട്ടി, അതിനകത്ത് അവർക്ക് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള ചില ആരോപണമുണ്ട്. അപ്പൊ അതും പരിഗണിച്ചു. അത് പരിഗണിച്ചപ്പോൾ പോലും ഇതിനകത്ത് കോടതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ കാര്യങ്ങൾ മാത്രമേ ആ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അതിലേക്ക് കണ്ടെത്തിയിട്ടില്ല, അതിലേക്ക് പകർന്നിട്ടില്ല, അല്ലെങ്കിൽ അയച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് 8ാം പ്രതിയുടെ മൊബൈൽ ഫോൺ പരിഗണിച്ചപ്പോൾ അതിനകത്തും പ്രത്യേകിച്ച് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. അത് അതിൻ്റെതായ രീതിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൃത്രിമം നടന്നു എന്ന് ആരോപിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ കോടതിയിൽ ഈ കൃത്രിമത്വം തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതിലെ ദൃശ്യങ്ങൾ കണ്ടാൽ ആ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്ന് അതിൽ പങ്കാളികളായിട്ടുള്ളവരെ കോടതിക്ക് ശിക്ഷിക്കാം. അങ്ങനെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ അവരെ കുറ്റക്കാരെന്ന് കണ്ട് കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഈ മെമ്മറി കാർഡ് തെളിവായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അത് സ്വീകരിച്ചിട്ടുണ്ട്.
അതിൽ കൃത്രിമത്വം ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ ഫൈൻഡ്. പക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ട്. കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെ പ്രതികൾക്ക് 20 വർഷത്തെ തടവാണ് കോടതി ശിക്ഷയായിട്ട് വിധിച്ചത്. അപ്പം ഈ മെമ്മറി കാർഡ് തെളിവായിട്ട് സ്വീകരിച്ചു എന്നുള്ള കാര്യം നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇനി ആ മെമ്മറി കാർഡ് കൊണ്ട് ഈ 6 പേരും പ്രതികളാണെന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കണ്ടെത്തൽ അങ്ങനെയാണ്. എന്നാൽ ഈ 6 പ്രതികൾക്കും ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. അപ്പീൽ എഗെയിൻസ്റ്റ് കൺവിക്ഷൻ എന്ന് പറയും 374 ഓഫ് CRPC അല്ലെങ്കിൽ 415 ഓഫ് ദി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അപ്പൊ അതനുസരിച്ച് അവർ അപ്പീൽ കൊടുത്താൽ വീണ്ടും കോടതി പരിഗണിക്കും. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളും കുറ്റക്കാരാണോ, അവർ കുറ്റക്കാരാണെങ്കിൽ അത് കീഴ്ക്കോടതി ശരിവെക്കും. കുറ്റക്കാരല്ല എന്ന് കണ്ടാൽ അവരെയും ഹൈക്കോടതി അപ്പീൽ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം പൊതുവെ വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്നൊരു ആരോപണം. ഈ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് ആരോപിക്കുമ്പോൾ ഈ ശിക്ഷ മതിയായതാണെന്നും മറുവാദമുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ശിക്ഷ കുറഞ്ഞു പോയി എന്നൊരു അഭിപ്രായം എനിക്കില്ല. മറിച്ച് ശിക്ഷ കൂടി പോകുമ്പോഴാണ് പലപ്പോഴും വിപരീത ഫലം ഉണ്ടാക്കുന്നത്. ഒരു നിയമവിദഗ്ധൻ എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഒരു രോഗം ഒരു വ്യക്തിക്ക് കണ്ടെത്തിയാൽ ആ രോഗം മാറുന്നതിനുള്ള മരുന്ന് മാത്രമേ കൊടുക്കാവുള്ളൂ. ഓവർ ഡോസേജ് ഓഫ് മെഡിസിൻ വിൽ പ്രൊവൈഡ് ദ നെഗറ്റീവ് റിസൾട്ട്. ഇതാണ് മെഡിക്കൽ സയൻസിന്റെ ഒരു തത്വമാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, അധികമായാൽ അമൃതും വിഷമാണ്. അപ്പം അമൃത് പോലും അധികം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് വിഷമായിട്ട് മാറും. നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് വിഷമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ടും ഭവിക്കും. അപ്പോൾ ഈ പ്രതികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കുറ്റവാളി എന്ന് കണ്ട വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യ വാസന ഒരു രോഗമായിട്ട് കാണുകയും ആ വാസന ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നായിട്ട് വേണം ശിക്ഷ കൊടുക്കാനെന്നാണ് റിഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ കൊടുക്കാവുള്ളൂ. കാരണം ആ കുറ്റകൃത്യ വാസനയാണ് ഇല്ലാതാക്കുന്നത്. ഒരു വ്യക്തിയെ നന്നാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അയാളെ ക്യൂർ ചെയ്ത് അയാളുടെ രോഗം മാറ്റി അത് നന്നാക്കിക്കൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ് കോടതിയിൽ നടക്കുന്നത്. കോടതി ഒരു ഹോസ്പിറ്റലിന് തുല്യമായ കാര്യമാണ്. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാല് കുറ്റകൃത്യം തെറ്റാണ്. അത് തെറ്റാണെന്നല്ല ആർക്കും അതിനെതിരെ അഭിപ്രായമില്ല. അത് കണ്ടം ചെയ്യേണ്ട കാര്യം തന്നെ. പക്ഷേ കുറ്റവാളി എന്ന് വിധിക്കപ്പെടുന്ന ഒരു വ്യക്തി അയാൾ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടാൽ പോലും ആ വ്യക്തി ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുറ്റകൃത്യ വാസന മാറ്റിയെടുക്കുന്ന രീതിയിലായിരിക്കണം കൊടുക്കുന്ന പണിഷ്മെന്റ്. അതോടൊപ്പം കൊടുക്കുന്ന ശിക്ഷ മാതൃകാപരമായിരിക്കണം. കാരണം വളരെ സീരിയസ് ആയ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് വെറും പെറ്റി ഒഫൻസ് പോലെ ചെറിയ ശിക്ഷ കൊടുത്താൽ അതും സമൂഹത്തിൽ വേണ്ട സന്ദേശം നൽകില്ല എന്നൊരു എതിർവാദമുണ്ട്. അത് കോടതി പരിഗണിച്ചു. 20 വർഷം ശിക്ഷ എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലയളവല്ല. അപ്പം 20 വർഷം ശിക്ഷ കൊടുത്തിട്ടും അത് പോരാ എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. കോടതി ഉചിതമായി ചെയ്തു എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവർ കുറ്റവാളികളാണോ ഇല്ലെന്ന കാര്യം വീണ്ടും അപ്പീൽ കൊടുക്കാം. ആണെന്ന് കണ്ടാൽ പോലും അവർ കൊടുത്ത ശിക്ഷ അത് ഒരിക്കലും കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞുപോയി എന്ന് പറയാവുന്നതല്ല. കോടതി ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ന്യായമായ അല്ലെങ്കിൽ മിനിമം പണിഷ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ വ്യക്തികളെ നന്നാക്കിയെടുക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. എന്നാൽ ചിലരെങ്കിലും ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോൾ വീണ്ടും കുറ്റകൃത്യം ചെയ്തു തന്നെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ആവരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർക്കുള്ള ശിക്ഷ പര്യാപ്തമാണ് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പറയപ്പെടുന്നത്. എന്നാൽ കുറഞ്ഞു പോയി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇവിടെയും ആർക്ക് ഇത് പോരാ, ശിക്ഷ കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി അപ്പീൽ കൊടുക്കാം. അത് പരിഗണിച്ചിട്ട് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഈ ശിക്ഷ ജീവപര്യന്തം തടവായിട്ടും കൊടുക്കാവുന്നതേ ഉള്ളൂ. അതെന്ത് വേണമെന്ന് അപ്പീൽ ഹൈക്കോടതി തീരുമാനിക്കും. മെമ്മറി കാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് തെളിവായിട്ട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു കൃത്രിമവും നടന്നിട്ടില്ല. അത് ഇൻടാക്റ്റ് ആണ്, വേണ്ടതിൽ പ്രോപ്പർ കസ്റ്റഡിയിലായിരുന്നു. ഇത് മെമ്മറി കാർഡിനകത്ത് ആരെങ്കിലും വാച്ച് ചെയ്താൽ അതിന്റെ ഹാഷ് വാല്യൂ കൂടുന്നതുകൊണ്ട് അത് ടാമ്പർ ചെയ്തു എന്ന അർത്ഥം വരുന്നില്ല. ഇതുകൊണ്ട് മെമ്മറി കാർഡിനെ പറ്റിയുള്ള വിവാദങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ ജഡ്ജ്മെന്റ് ഉണ്ടായി എന്നാണ് അതിന്റെ അഭിപ്രായം. അതിനകത്ത് ഒരു കൃത്രിമവും നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അത് കോടതി തെളിവായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇതോടെ തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് അപ്പീൽ കോടതി പരിഗണന വീണ്ടും വരും. ഇത് സംബന്ധിച്ച് അതിനകത്ത് #ഹാഷ്ടാഗ് മാറിയിട്ടുണ്ടോ, അതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ടോ, ഈ വിഷയങ്ങളൊക്കെ ഹൈക്കോടതിക്ക് അപ്പീൽ വീണ്ടും പരിഗണിക്കാവുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.